സപ്തമാതൃക്കളിൽ അഞ്ചാമതായ വരാഹിയമ്മ അന്തിക്കാട് ആലുംതാഴത്തുള്ള ക്ഷേത്രത്തില് ഈ വരാഹി ദേവീനെ പറ്റി ഐതിഹ്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? പറയാം. വരാഹിയമ്മ അന്തിക്കാട് ആലുംതാഴം എന്ന് പറയുമ്പോൾ ആലിന്റെ താഴത്താണ് അമ്മ ആദ്യം. അതാണ് ആലുംതാഴം ക്ഷേത്രം എന്ന് പറയുന്നത്. അന്തിക്കാട് എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലമാണ്. അതായത് തൃപ്രയാറ് ഭഗവാന്റെ അടുത്തുനിന്ന് ഒരു 8 കിലോമീറ്ററെങ്കിലും, ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്, 8 കിലോമീറ്റർ പോകുമ്പോൾ വലിയൊരു പാടം ആയിട്ടാണ് കാണുന്നത്. ആ പാടത്തിന്റെ നടുക്ക് അമ്മ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ പോയി കണ്ടിരിക്കുന്നത്. അവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുറെ അധികം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിവുള്ളത് ഞാൻ പറയാം. അതിലെ ഈ അന്തിക്കാട് ക്ഷേത്രം ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മ തഞ്ചാവൂരിന്ന് ഒരു ദേവി വന്നെന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയാണ്. തഞ്ചാവൂരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അമ്മ വന്നിട്ട് അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അമ്മ അങ്ങനെ എല്ലാ ദേശത്തും ആ സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുമായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണന്റെ വസ്തുവകകളാണ് അവിടുത്തെ എന്നാണ് അറിയണത്. ഈ പാടം മുതലായ വസ്തുക്കളൊക്കെ ഒരു ബ്രാഹ്മണരുടെ ആയിരുന്നു. ഈ ബ്രാഹ്മണക്ക് കുലദേവതകളൊക്കെ ഉണ്ടല്ലോ, വച്ചു പൂജയൊക്കെ ഉള്ള വീടാണ്. അവിടേക്ക് അമ്മ ഒരു ദിവസം കയറി ചെന്നെന്നാണ് അറിവ്. അപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു, ഞങ്ങളുടെ ദേവിക്ക് വെച്ച നിവേദ്യം, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇതിൽ വല്ല തെറ്റും ശരിയോ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ദേവിക്ക് വെച്ച നിവേദ്യം കഴിക്കണ സമയത്താണ് അമ്മ അവിടെ ചെന്നത്. അതവര് ഇവരെ വിളിച്ചറിയിക്കുകയും ഇതിൻ്റെതായ കുടുംബക്കാരെ വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വരുന്നത്. അമ്മയ്ക്ക് നിവേദ്യങ്ങൾ വേണ്ടേ? ഇങ്ങനെ ഒരു അമ്മ വന്നേ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഈ ആലിന്റെ താഴത്ത് അമ്മ ഇരിപ്പുറപ്പിച്ചെന്നാണ് അറിയണത്. ആ ആലൊക്കെ ഒടിഞ്ഞു പോയി ആ ആലൊക്കെ. അപ്പോ ഈ അമ്മ ഈ കുടുംബക്കാര് സ്ഥലം കൊടുക്കാഞ്ഞിട്ടോ എന്തോ, ബ്രാഹ്മണരാണല്ലോ, അവരുടെ ഇതിൽ നിന്ന് സ്ഥലം മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടി അമ്മയ്ക്ക് ഒരു ക്ഷേത്രം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ആ കുടുംബത്തിലെ, ഈ പറഞ്ഞ കുടുംബത്തിലെ സ്ത്രീകൾക്കെല്ലാം 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കാഴ്ചശക്തി പോവും. എല്ലാ സ്ത്രീകൾക്കും, ആ കുടുംബത്തിലെ ആരൊക്കെ എവിടെയൊക്കെ പോയ സ്ത്രീകളുണ്ടോ അവർക്കൊക്കെ 25 വയസ്സിന് ശേഷം കാഴ്ചശക്തി ഇല്ല എന്നാണ്. പുരുഷന്മാരെല്ലാവരും നശിഞ്ഞു പോവും. നശിഞ്ഞെന്ന് പറയുമ്പോ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ, നശിഞ്ഞു പോവും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതിന്റെ കാര്യകാരണങ്ങൾ ചികഞ്ഞപ്പോ അമ്മയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉറപ്പിക്കാനാണ് കണ്ടത്. അങ്ങനെ ഇവര് കുറച്ച് സ്ഥലം കുടികിടപ്പായി കിട്ടിയെന്നാണ് അറിയണത്. ആ കുടികിടപ്പ് വസ്തുവിന് അമ്മയ്ക്ക് ഒരു ആല് വെച്ചിട്ട് അതിന്റെ താഴെ വെച്ച് അമ്പലം, ഇപ്പൊ ഈ അമ്പലം സ്ഥിതി ചെയ്യേണ്ടത് ഒരാളുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു, ഈ ആലിന്റെ മുകളിൽ നിന്ന് വെള്ളം അമ്മയുടെ മേത്തേക്ക് വീടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, വെള്ളം വീഴും, മഴ പെയ്താല് വിഗ്രഹത്തിലേക്ക് വെള്ളം വരും, ആലിന്താഴത്തല്ലേ ഇരിക്കണത് എന്ന്. അപ്പൊ ഇത് ഞാൻ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുള്ള നിവേദ്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ചെല്ലണത്. എന്തൊക്കെയാണോ നമുക്ക് ആഗ്രഹം അതൊക്കെ മേടിച്ച് അമ്മയുടെ അടുത്ത് എത്താം നമുക്ക്. അപ്പൊ ഈ പാടത്തിന്റെ നടുക്കിരിക്കുന്ന ഈ അമ്മയുടെ അടുത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടില്ല. ആ ടൈമിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു, ദീപാരാധന കഴിഞ്ഞിട്ട് നമുക്ക് ദേവി ഇറങ്ങിപ്പോകും. ദേവി എന്ന് വെച്ചാൽ ദേവി ഇറങ്ങുന്ന ഒരു ഐതിഹ്യമുണ്ട് അവിടെ. ഈ സ്ഥലമൊക്കെ കറങ്ങി കാണണ്ടേ അമ്മയ്ക്ക്? പണ്ട് കണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ കറങ്ങി കാണാനായിട്ട് അമ്മ ഇറങ്ങും. ആ ദേവി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ മാറിയിരുന്ന് ഇവരോട് സംസാരവും ഇതൊക്കെ. അതിന് മുമ്പ് വരെ നല്ല ആർഭാടമായിട്ട് അമ്മ ഇറങ്ങുന്നത്. വെളിച്ചപ്പാട് നല്ല അനുഗ്രഹം കിട്ടിയിട്ട് ഇറങ്ങുന്നതും, അതിൻ്റെ കൂടെ അമ്മയെ കയ്യിലെടുത്ത് 2 പേര്, അവരാരൊക്കെയാണെന്നൊന്നും ഞാൻ പരിചയപ്പെട്ടില്ല. കുറേ ചേട്ടന്മാരെയും അനിയന്മാരെയും ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ അവിടെ കണ്ടു. പക്ഷെ നല്ല ഒരു ഭംഗിയാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് അമ്മ ഇറങ്ങുമ്പോൾ. നമുക്ക് ശരീരത്തിന് നല്ലൊരു പവറാണ്. അപ്പോൾ
പിന്നെ 10:30 മണിയാവും അമ്മ വരുമ്പോൾ. 7 മണിക്ക് പോണ അമ്മ എല്ലാ വീടുകളുടെയും വാതിൽക്കൽ കൂടി നടന്ന് അവിടൊക്കെ ഞങ്ങൾ പോരുമ്പോൾ വിളക്ക് ദീപം തെളിച്ചിരിക്കുക. എല്ലാ വീടിന്റെയും കടയിലും ഒക്കെ മുന്നിൽ വിളക്ക് തെളിച്ചിരിക്കുക. നിലവിളക്കല്ല, ചിരാതില്ല. അപ്പൊ നിലവിളക്ക് തെളിച്ചടവും ഉണ്ട്. അപ്പൊ അമ്മയെ അവിടെയുള്ള ആ ജനങ്ങൾ അമ്മയുടെ ശക്തി എന്തുമാത്രം ഉണ്ട് അല്ലേ? അവരെ ആരാധിക്കുന്നു, അവര് ബഹുമാനിക്കുന്നു അമ്മയെന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ശക്തി എന്തുമാത്രം ഉണ്ട് ഇല്ലേ? ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.